ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ. പരിശുദ്ധാത്മാവ് ആ പാറയിൽ കമിഴ്ന്നു കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ നൽകിയ 2 മരണമില്ലാത്ത ഗാനങ്ങളാണ് ഈ പാട്ടുകൾ. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയവും പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ്. പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. പിതാവിനും പുത്രനും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലായി. പിതാവ് പുത്രന് പരിശുദ്ധാത്മാവ് നൽകി, പുത്രനിലൂടെ നാം സ്വീകരിക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ്. പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് നാം വായിക്കുന്നു. അതായത് വെള്ളത്തിന്മീതെ പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു. ഉൽപ്പത്തി 2:7 ദൈവം മനുഷ്യനെ നിലത്തെ പൊടികൊണ്ട് സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ചതിന് ശേഷം മൂക്കിൽ തന്നെ നാസാരന്ധ്രങ്ങളിൽ ജീവശ്വാസത്തെ ഊതിയത് പരിശുദ്ധാത്മാവാണ്. അതേ പഴയ നിയമത്തിലുടനീളം നോക്കിയാൽ മോശയുടെ പ്രവചനം, പുരോഹിതന്മാരുടെ അഭിഷേകം, രാജാക്കന്മാരുടെ അഭിഷേകം, അതെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളാണ്.